നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. വോട്ടെണ്ണൽ പശ്ചാത്തലത്തിൽ പടക്ക നിർമ്മാണം വിൽപ്പനശാലകൾക്ക് മെയ് 3, 4, 5 തീയതികളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കളക്ടറുടെ ഉത്തരവ്. വിജയാഹ്ലാദ പ്രകടനങ്ങളിലോ മറ്റു പൊതുപരിപാടികളിലോ പടക്കം പൊട്ടിക്കുന്നതിനും കർശന നിരോധനം. ഷൊർണൂർ നിയോജകമണ്ഡലത്തിൽ തൻ്റെ വിജയം നേരത്തെ തന്നെ ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞതാണെന്ന് LDF സ്ഥാനാർത്ഥി P. മമ്മിക്കുട്ടി. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസം തനിക്കുണ്ടെന്നും P. മമ്മിക്കുട്ടി. പാലക്കാട് ജില്ലയിലും കേരളത്തിലും LDF തരംഗമുണ്ടാകുമെന്നും MLA. തൃശൂർ എരുമപ്പെട്ടിയിൽ വിവാഹ സംഘം സഞ്ചരിച്ച വാഹനമിടിച്ച യുവാവിന് ദാരുണാന്ത്യം. എരുമപ്പെട്ടി അണക്കാട് പീടികയിൽ അബു താഹിറാണ് മരണപ്പെട്ടത്. പ്രഭാത നടത്തത്തിനിറങ്ങിയ അബു താഹിറിനെ ഇന്നോവ കാർ ഇടിക്കുകയായിരുന്നു. പെരുങ്ങോട്ടുകുറിശ്ശിയിൽ മിൽമ പാല് വിതരണ വാഹനം നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് ചായക്കടയിലേക്ക് പാഞ്ഞുകയറി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഇലക്ഷൻ വോട്ടെണ്ണൽ പശ്ചാത്തലത്തിൽ പടക്ക നിർമ്മാണം വിൽപ്പനശാലകൾക്ക് 3, 4, 5 തീയതികളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ജില്ലാ കളക്ടറുടെ ഉത്തരവ്. വിജയാഹ്ലാദ പ്രകടനങ്ങളിലോ മറ്റു പൊതുപരിപാടികളിലോ പടക്കം പൊട്ടിക്കുന്നതും കർശനമായി നിരോധിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് 2026 വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും മെയ് 4 നടക്കാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജില്ലയിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും അക്രമ സംഭവങ്ങൾക്കും സാധ്യതയുണ്ടെന്നും പടക്കങ്ങളുടെ ഉപയോഗം ക്രമസമാധാന പ്രശ്നങ്ങൾ സങ്കീർണമാക്കാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങളുടെ ജീവനും സുരക്ഷയും ഉറപ്പാക്കുന്നതിനും ജില്ലയിൽ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിനും പടക്കങ്ങളുടെ നിർമ്മാണം, സംഭരണം, വിൽപ്പന എന്നിവ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണെന്ന് ജില്ലാ കളക്ടർ ഇറക്കിയ ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നു. 3, 4, 5 തീയതികളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് കളക്ടറുടെ ഉത്തരവ്. മുഴുവൻ പടക്ക നിർമ്മാണ വിൽപ്പനശാലകളും ഈ ദിവസങ്ങളിൽ പൂർണ്ണമായും അടച്ചിടണം. ഈ ദിവസങ്ങളിൽ പടക്കങ്ങളുടെ വിൽപ്പനയോ കൈമാറ്റമോ നടത്താൻ പാടില്ല. വിജയാഹ്ലാദ പ്രകടനങ്ങളിലോ മറ്റു പൊതുപരിപാടികളിലോ പടക്കം പൊട്ടിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഉത്തരവിലൂടെ കളക്ടർ MS മാധവക്കുട്ടി IAS വ്യക്തമാക്കുന്നു. ഇതിൽ പറയുന്ന സ്ഥാപനങ്ങൾ തഹസിൽദാർമാരും പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരും അടഞ്ഞു കിടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ നിയോജകമണ്ഡലത്തിൽ തൻ്റെ വിജയം നേരത്തെ തന്നെ ജനങ്ങളാകെ അംഗീകരിച്ചു കഴിഞ്ഞതാണെന്ന് ഷൊർണൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി P. മമ്മിക്കുട്ടി. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസം തനിക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് ജില്ലയിലും കേരളത്തിലും LDF തരംഗമുണ്ടാകുമെന്നും P. മമ്മിക്കുട്ടി MLA ഷൊർണൂരിൽ STVയോട് സംസാരിക്കവേ പറഞ്ഞു. വലിയ ആത്മവിശ്വാസത്തിലാണ് ഷൊർണൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി P. മമ്മിക്കുട്ടി. മണ്ഡലത്തിൽ തൻ്റെ വിജയം നേരത്തെ തന്നെ ജനങ്ങളാകെ അംഗീകരിച്ചു കഴിഞ്ഞതാണെന്ന് P. മമ്മിക്കുട്ടി പറയുന്നു. MLAയും നിലവിൽ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയുമായ P. മമ്മിക്കുട്ടിയുടെ ഈ അഭിപ്രായം ജനവിധി അറിയാൻ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ കൂടുതൽ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന ആത്മവിശ്വാസം തനിക്കുണ്ടെന്നും ഷൊർണൂരിൽ STVയോട് സംസാരിക്കവേ P. മമ്മിക്കുട്ടി പറഞ്ഞു. ഷൊർണൂർ മണ്ഡലത്തിലെ വിജയം നേരത്തെ തന്നെ ജനങ്ങളാകെ അംഗീകരിക്കപ്പെട്ടതാണ്. മറ്റ് എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരും മുന്നണിക്കാരും ഷൊർണൂർ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. ഷൊർണൂർ അങ്ങനെ ഒരു വിജയത്തിലേക്ക് എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ 10 കൊല്ലക്കാലമായി നിലനിൽക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ജനക്ഷേമപരവും വികസനപരവും സാമൂഹ്യ നീതിയിലധിഷ്ഠിതമായ ഒരു ഭരണ സംവിധാനം ഈ സംസ്ഥാനത്ത് ഇനിയും നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന മഹാഭൂരിപക്ഷം ജനങ്ങളുടെ ജനക്ഷേമ പ്രവർത്തനങ്ങളും വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങളുമാണ് കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി സർക്കാർ നടപ്പിലാക്കിയത്. ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തവണയും LDFനൊപ്പം ഉണ്ടാകുമെന്നും മമ്മിക്കുട്ടി പറയുന്നു. പാലക്കാട് ജില്ലയിലും കേരളത്തിലും LDF തരംഗം ഉണ്ടാകുമെന്നും P. മമ്മിക്കുട്ടി STVയോട് പറഞ്ഞു. ഷൊർണൂർ മണ്ഡലത്തിലും പാലക്കാട് ജില്ലയിലും കേരളത്തിലും നാളെ പ്രാബല്യത്തിൽ പോകുന്നത് അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ എരുമപ്പെട്ടിയിൽ വിവാഹ സംഘം സഞ്ചരിച്ച വാഹനമിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. എരുമപ്പെട്ടി അണക്കാട് പീടികയിൽ അബു താഹിറാണ് മരണപ്പെട്ടത്. 31 വയസ്സായിരുന്നു. പ്രഭാത നടത്തത്തിന് ഇറങ്ങിയ അബു താഹിറിനെ ഇന്നോവ കാർ വന്നിടിക്കുകയായിരുന്നു.
പെരിങ്ങോട്ടുകുറിശ്ശിയിൽ മിൽമ പാൽ വിതരണ വാഹനം നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റ് ഇടിച്ച് തകർച്ച് ചായക്കടയിലേക്ക് പാഞ്ഞു കയറി. പെരിങ്ങോട്ടുകുറിശ്ശി ഗവൺമെൻറ് ഹൈസ്കൂളിന് മുൻവശത്തുള്ള ചായക്കടയിലേക്കാണ് നിയന്ത്രണം വിട്ട വാഹനം പാഞ്ഞു കയറിയത്. ശനിയാഴ്ച അർദ്ധരാത്രിയായിരുന്നു അപകടം സംഭവിച്ചത്. ആർക്കും പരിക്കില്ലെങ്കിലും ചായക്കടയ്ക്ക് ഏറെ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിൻ്റെ കവിതാ സമാഹാരമായ അൻപും അലിവും അല്പം അനുരാഗവും എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം തൃശ്ശൂർ കേരള സാഹിത്യ അക്കാദമി MT ഹാളിൽ വെച്ച് നടന്നു. സാഹിത്യകാരൻ ഡോക്ടർ കെ സച്ചിദാനന്ദൻ ആദ്യ പകർപ്പ് കവി ഷീജ വക്കത്തിന് കൈമാറിയായിരുന്നു പ്രകാശകർമ്മം നിർവഹിച്ചത്. സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ അധ്യക്ഷത വഹിച്ചു. PN ഗോപികൃഷ്ണൻ മുഖ്യാതിഥിയായി. കവി ഡോക്ടർ C രാവുണ്ണി പുസ്തകപരിചയം നടത്തി. മന്ത്രി ബിന്ദുവിൻ്റെ അധ്യാപകരായ KN രാമൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ R ബിന്ദുവിൻ്റെ മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള കവിതകളുടെ സമാഹാരമാണ് അൻപും അലിവും അല്പം അനുരാഗവും. ഗ്രീൻ ബുക്സ് തൃശ്ശൂരാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. സാഹിത്യകാരൻ ഡോക്ടർ കെ സച്ചിദാനന്ദൻ ആശംസയും കവി ഡോക്ടർ C രാവുണ്ണി അവതാരികയും നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ഷൊർണൂരിൽ ചുടുവാലത്തൂർ വെസ്റ്റ് 20-ാം വാർഡും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഞായറാഴ്ച ഷൊർണൂർ സഭാമഠം ശിവക്ഷേത്ര ഹാളിലായിരുന്നു ക്യാമ്പ് ഒരുക്കിയത്. ഷൊർണൂർ 20-ാം വാർഡ് ചുടുവാലത്തൂർ വെസ്റ്റും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായാണ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഷൊർണൂർ സഭാമഠം ശിവക്ഷേത്ര ഹാളിൽ വെച്ചായിരുന്നു പരിശോധനാ ക്യാമ്പ് നടത്തിയത്. പ്രശസ്തരായ അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയിലെ വിദഗ്ധരായ ഡോക്ടർമാർ നേത്ര സംബന്ധമായ എല്ലാ രോഗങ്ങളും പരിശോധിച്ച് ചികിത്സ നിശ്ചയിക്കുന്നു. പരിചയസമ്പന്നരായ ഓപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം ലഭ്യമായിരുന്നു. തിമിര ശസ്ത്രക്രിയ ആവശ്യമുള്ള രോഗികൾക്ക് സ്കാനിംഗ്, ബ്ലഡ് പ്രഷർ, പ്രമേഹം എന്നിവ സൗജന്യമായി പരിശോധിക്കും. കണ്ണു പരിശോധിച്ച കണ്ണട നിർദ്ദേശിക്കുന്നവർക്ക് മിതമായ നിരക്കിലും കണ്ണട ലഭ്യമാണ്. ക്യാമ്പിൽ 100ഓളം പേർ പരിശോധന നടത്തി. ക്യാമ്പിന് 20-ാം വാർഡ് കൗൺസിലർ A പ്രദീപ് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി ആർക്കൊപ്പമാകുമെന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ആരൊക്കെ ഭരണത്തിൽ വരണം, ആര് ഭരണത്തിൽ വരണ്ട, നിലവിലുള്ള സർക്കാരിനെ താഴെ ഇറക്കണമോ എന്നൊക്കെ കൃത്യമായി തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. ഇനി പൊതുജന അഭിപ്രായങ്ങൾ ഒന്ന് നോക്കാം. ഷൊർണൂരിൽ നിന്നും തയ്യാറാക്കിയ ഈ പ്രതികരണങ്ങളൊക്കെ. ഒരു വിജയം ഒരാളെ വെച്ചിട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്താ വെച്ചാൽ അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ കാണാൻ. ഭരണത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഈ ഭരണത്തോട് അത്ര വലിയ ഇതൊന്നും ഇല്ല. അതാണ് നമ്മൾ മാറിയാലും കുഴപ്പമില്ല, മാറിയില്ലെങ്കിലും കുഴപ്പമില്ല. കേരളത്തിലിപ്പോൾ എൻ്റെ അഭിപ്രായത്തിലിപ്പോൾ ഇനി അടുത്ത കോൺഗ്രസ് ഇതിനാവും ചാൻസ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ BJP കുറേ വോട്ട് ക്യാൻവാസ് ചെയ്യാൻ വഴിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതൽ പെർസെൻറ്റേജ് വോട്ട് ക്യാൻവാസ് ചെയ്യും. LDF മൂന്നാം വരവ് വരും, അത് ഉറപ്പാണ്. കാരണം ഇപ്പോഴത്തെ ട്രെൻഡ് കോൺഗ്രസിൻ്റെ അധംപതനവും BJP പിന്നെ ഇവിടെ സ്ഥാനങ്ങളായിട്ടില്ലല്ലോ. അതുകൊണ്ടുള്ളൊരു LDFനെ പ്രതീക്ഷിക്കാം, 100% പ്രതീക്ഷിക്കാമെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ വരുന്നുള്ളതാണ്. കോൺഗ്രസിൽ തല്ലും പിടിയൊക്കെ തീർന്നിട്ട് ഇതാവുമ്പോഴേക്കൊക്കെ ആൾക്കാർക്ക് ഏകദേശം മനസ്സിലായി കോൺഗ്രസിൻ്റെ നിലപാട് എങ്ങനെയാണ്, ഏതാണെന്ന്. അതുകൊണ്ട് കോൺഗ്രസ് ജയിക്കാൻ പോകുന്നില്ല, അത് ഉറപ്പാണ്. കോൺഗ്രസിനെ എനിക്ക് തോന്നുന്നു അഭിപ്രായം അതന്നെ. ഒരു മാറ്റം വേണമല്ലോ, എല്ലാത്തിനും ഒരു മാറ്റം. എല്ലാത്തിനും പൈസ ചിലവഴിക്കുമ്പോൾ സങ്കടം തോന്നില്ല. എത്ര പൈസ കൊടുക്കുമ്പോൾ കഷ്ടപ്പെട്ടല്ലേ സമ്പാദിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മാറ്റം ഉണ്ടായാലല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്ന വിഷയം. നമ്മുടെ മനസ്സിൽ തോന്നുന്നത് ഞാൻ പറഞ്ഞില്ലേ, ആരായിരിക്കും? BJP ആയിരിക്കും ജയിച്ച് വരുന്നതാണ്. ചാൻസ് കിടക്കുന്നത് UDF-നാണ്. പിന്നെ BJPക്കും കുറച്ച് ഒരു 6 സീറ്റ് വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ജനവിധി അറിയും. ആരായിരിക്കും ഇനി വരിക? UDF ഭരണത്തിൽ വരുന്നതാണ് പ്രതീക്ഷ. അതൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല, എല്ലാം ബലാബലമായിട്ടല്ലേ ഇരിക്കുന്നു. അതെ, അതിപ്പോൾ നാളെ പറയാൻ പറ്റും. ഭരണമാറ്റം ഉണ്ടാവും. അങ്ങനെ ഇപ്പോൾ നാളെ തന്നെ പറയാൻ പറ്റുള്ളൂ. 2026 ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നാളെ LDF കേരളത്തിൽ വീണ്ടും ഭരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്.
പതിരിപ്പാല പേരൂർ കൈപ്പേൽ കുറുമ്പ ഭഗവതി ക്ഷേത്ര താലപ്പൊലിക്ക് കൊടിയേറി. ക്ഷേത്രം മേൽശാന്തി അനുരാഗ് മിശ്രയുടെ നേതൃത്വത്തിലായിരുന്നു കൊടിയേറ്റ ചടങ്ങ് നടന്നത്. മെയ് 8 വെള്ളിയാഴ്ചയാണ് താലപ്പൊലി മഹോത്സവം. ക്ഷേത്രം ഭാരവാഹികളും താലപ്പൊലി കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുത്തു. താലപ്പൊലി കമ്മിറ്റി പ്രസിഡന്റ് സുദേവൻ, സെക്രട്ടറി രാമചന്ദ്രൻ പുതിയേരി, ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് പി ശശികുമാർ, കമ്മിറ്റി അംഗങ്ങളായ ശിവകുമാർ, ശാന്തകുമാരി, നന്ദിനി, ലത, അനൂപ്, ബാബു എന്നിവരും നിരവധി ഭക്തരും പങ്കെടുത്തു. മെയ് 8 വെള്ളിയാഴ്ചയാണ് താലപ്പൊലി. ഞായറാഴ്ച വൈകിട്ട് സാംസ്കാരിക സമ്മേളനം നടക്കും. സാംസ്കാരിക സമ്മേളനം ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ശശികുമാർ ഉദ്ഘാടനം ചെയ്യും. രാത്രി 7 മണി മുതൽ നാടൻപാട്ട്, തിങ്കളാഴ്ച വൈകിട്ട് നൃത്തനൃത്യങ്ങൾ, തിരുവാതിരക്കളി, ചൊവ്വാഴ്ച വൈകിട്ട് ഉത്സവ ട്രീറ്റ്, ബുധനാഴ്ച വൈകിട്ട് സദനം ഹരികുമാർ എഴുതി സംവിധാനം ചെയ്ത മണ്ടോതിരി കഥകളി, വ്യാഴാഴ്ച വൈകിട്ട് ഡബിൾ തായമ്പക, നൃത്തനൃത്യങ്ങൾ എന്നിവയും ഉണ്ടാകും. താലപ്പൊലിക്ക് മാറ്റുകൂട്ടാൻ മംഗലാംകുന്ന് ഗജവീരന്മാരും അണിനിരക്കും. താലപ്പൊലി ദിവസം വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ എന്നിവ നടക്കും. ഉച്ചയ്ക്ക് 1 പേരക്കുളത്തിന് സമീപത്തു നിന്നും കുമ്മാട്ടി പുറപ്പെടും. തുടർന്ന് മന്തത്ത് കേളി, 2:30 പഞ്ചവാദ്യം, പൂതൻ തിറകളി, വൈകിട്ട് 4 പഞ്ചവാദ്യത്തോടെ വേല പുറപ്പെടും. തുടർന്ന് ക്ഷേത്രസന്നിധിയിൽ പഞ്ചവാദ്യം, വൈകിട്ട് പാണ്ടിമേളം, ശനിയാഴ്ച പുലർച്ചെ പാണ്ടിമേളത്തോടെ താലപ്പൊലി സമാപനമാകുമെന്നും ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായും ഭക്തരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും ക്ഷേത്രം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇന്ന് 3-ാം തീയതി ഇന്ന് വൈകിട്ട് 7 മണിക്ക് നാടൻ പാട്ടാണ് നടക്കുന്നത്. അത് കരിമ്പ, പാലക്കാടുള്ള കരിമ്പ ഫോക്ക് മ്യൂസിക് ബാൻഡ് അവരെ അവതരിപ്പിക്കുന്ന നാടൻ പാട്ടാണ്. പിന്നെ നാളെ 4-ാം തീയതി നൃത്തനൃത്യങ്ങളാണ്. അതിവിടെ പരിസര പ്രദേശത്തുള്ള ഈ പ്രദേശത്തുള്ള കലാകാരന്മാർ അവരുടെ ടീമുകൾ അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ, അതുപോലെ തിരുവാതിരക്കളികൾ അതുണ്ട് നാളെ. ചൊവ്വാഴ്ച 5-ാം തീയതി ഒരു പ്രോഗ്രാമുള്ള ഉത്സവ ട്രീറ്റ് എന്നൊരു പ്രോഗ്രാമാണ്. അത് കരോക്കെ ഗാനമേളയുണ്ട്, അതുപോലെ ഫിഗർ ഷോ, മാജിക് ഷോ, നടൻ പാട്ടുകൾ, ഇതെല്ലാം കൂടി മിമിക്കൽ, ഇതെല്ലാം കൂടി ചേർന്നതാണ് ആ പ്രോഗ്രാം. പിന്നെ ബുധനാഴ്ച മെയ് 6-ാം തീയതി സദനം ഹരികുമാറിന്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹം എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള കഥകളിയാണ്, കഥ മണ്ടോദരി. അത് ബുധനാഴ്ചയാണ് അവതരിപ്പിക്കുന്നത്. പിന്നെ 7-ാം തീയതി വ്യാഴാഴ്ച ഇവിടെ ക്ഷേത്ര പരിസരത്ത് നൃത്തനൃത്യങ്ങളുണ്ട് വൈകിട്ട് 7 മണിക്ക്. അതുപോലെ പാലക്കുറിശി പറമ്പില് ഡബിൾ തായമ്പകയുണ്ട്. അത് അവതരിപ്പിക്കുന്നത് കുമാരി ലഹിത കൃഷ്ണദാസ് മാർഗി, ചെറുശ്ശേരി അർജുന എസ് മാരാർ അവരുടെ നേതൃത്വത്തിലുള്ള ഡബിൾ തായമ്പകയാണ്. അത് പാലക്കുറിശി പറമ്പിൽ. പിന്നെ 8-ാം തീയതി താലപ്പൊലിയാണ്. താലപ്പൊലി ദിവസം പതിവ് പോലെ രാവിലെ ഗണപതി ഹോമം, അതുപോലെ ഉഷപൂജ, ഉച്ചപൂജ, ചന്ദനം താഴത്തില് ഭഗവതിക്ക്, പിന്നെ കുമ്മാട്ടി പുറപ്പെടും. ഉച്ചയ്ക്ക് 1 മണിക്ക് പേരക്കുളം സമീപത്ത് നിന്ന് കുമ്മാട്ടി പുറപ്പെടും. 1:30 മന്നത്ത് കേളി, പിന്നെ 2:30 മന്നത്ത് പഞ്ചവാദ്യം, പിന്നെ പൂതൻ തിറ കളിയൊക്കെ ഉണ്ടാവും. വൈകിട്ട് 4 മണിക്ക് പഞ്ചവാദ്യത്തോടുകൂടി വേല പാലക്കുറിശി പറമ്പിൽ നിന്ന് പുറപ്പെടും. 4:30 മുതൽ 6 വരെ ക്ഷേത്ര സന്നിധിയിൽ പഞ്ചവാദ്യം, പിന്നെ 6 മുതൽ 7 വരെ പാണ്ഡിമേള, തുടർന്ന് ചുറ്റുവിളക്കും ദീപാരാധന ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കല്ലൂർ പറപ്പള ഇളയ ഭഗവതി കുഞ്ഞമുത്തൻ ക്ഷേത്രത്തിലെ 3-ാം പ്രതിഷ്ഠാ ദിനം വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. തന്ത്രി യാക്കര രാജേഷ് എംബ്രാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമം, കലശപൂജ, പ്രതിഷ്ഠാദിന പൂജ, അന്നദാനം എന്നിവ ഉണ്ടായി. ശനിയാഴ്ച വൈകിട്ട് കല്ലൂർ കല്ലമ്പക്ക ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കുംഭെഴുന്നള്ളിപ്പുണ്ടായി. 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. കുഞ്ഞുമുത്തൻ ക്ഷേത്രത്തിലെത്തി വലം വെച്ചു. ശനിയാഴ്ച വൈകിട്ട് 17 ഗ്രൂപ്പുകൾ സംഘടിപ്പിച്ച തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി, ക്ലാസിക്കൽ നൃത്തം, വീരനൃത്തം തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി കുംഭം എഴുന്നള്ളിപ്പും, അതിനുശേഷം വൈകുന്നേരത്ത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടികളുടെയും മറ്റ് ആളുകളുടെയും കലാപരിപാടികളും, അതിനുശേഷം നാളെ രാവിലെ ക്ഷേത്രത്തിൻ്റെ തന്ത്രി ശ്രീ രാജേഷ് നേരളമന യാക്കര പാലക്കാട് അവരുടെ നേതൃത്വത്തിലാണ് ഈ പൂജകളും മറ്റ് വഴിപാടുകളും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഈ ക്ഷേത്രം 40 വർഷത്തോളമായി ഇടിഞ്ഞു പൊഴിഞ്ഞ് ജീർണിച്ച ഒരവസ്ഥയിലായിരുന്നു. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുടുംബാംഗങ്ങൾ, ഏകദേശം 60ഓളം കുടുംബാംഗങ്ങളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. അവരെല്ലാവരുടെയും അക്ഷീണമായ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഈ ഇന്ന് കാണുന്ന ആ ക്ഷേത്രത്തിന്റെ സമൃദ്ധി ഐശ്വര്യമെല്ലാം വന്നിട്ടുള്ളത്.
തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ട് നടന്ന എല്ലാ കുടുംബങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്നതിനും അക്ഷീണമായിട്ട് അതിനോടൊപ്പം ഞങ്ങളോടൊപ്പം എല്ലാവരും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെല്ലാവരും നിരന്തരം സമ്പർക്കം വരികയും നാടിന്റെ അഭിവൃദ്ധിയും ഈ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആളുകൾക്കും അഭിവൃദ്ധിയും എല്ലാം ഇതിനോടൊപ്പം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വോട്ടെണ്ണൽ പശ്ചാത്തലത്തിൽ പടക്ക നിർമ്മാണം വിൽപ്പനശാലകൾക്ക് മെയ് 3, 4, 5 തീയതികളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കലക്ടറുടെ ഉത്തരവ്. വിജയാഹ്ലാദ പ്രകടനങ്ങളിലോ മറ്റു പൊതുപരിപാടികളിലോ പടക്കം പൊട്ടിക്കുന്നതിനും കർശന നിരോധനം. ഷൊർണൂർ നിയോജകമണ്ഡലത്തിൽ തൻ്റെ വിജയം നേരത്തെ തന്നെ ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞതാണെന്ന് LDF സ്ഥാനാർത്ഥി P. മമ്മിക്കുട്ടി. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസം തനിക്കുണ്ടെന്നും P. മമ്മിക്കുട്ടി. പാലക്കാട് ജില്ലയിലും കേരളത്തിലും LDF തരംഗമുണ്ടാകുമെന്നും MLA. തൃശൂർ എരുമപ്പെട്ടിയിൽ വിവാഹ സംഘം സഞ്ചരിച്ച വാഹനമിടിച്ച യുവാവിന് ദാരുണാന്ത്യം. എരുമപ്പെട്ടി അണക്കാട് പീടികയിൽ അബു താഹിറാണ് മരണപ്പെട്ടത്. പ്രഭാത നടത്തത്തിനിറങ്ങിയ അബു താഹിറിനെ ഇന്നോവ കാർ ഇടിക്കുകയായിരുന്നു. പെരുങ്ങോട്ടുകുറിശ്ശിയിൽ മിൽമ പാല് വിതരണ വാഹനം നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് ചായക്കടയിലേക്ക് പാഞ്ഞുകയറി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.